സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞിട്ട് മൂന്നാം ഞായറാഴ്ച കഴിഞ്ഞു. നമ്മൾ ഈ ആഴ്ച കടന്നു പോകുമ്പോൾ ഈശോ നൽകിയ ഏറ്റവും വലിയ ദൗത്യം കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും പിന്നീട് ഈ കാലഘട്ടങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും രണ്ടാം വത്തിക്കാൻ സുഹൃദോസിലൂടെ ഓരോ വിശ്വാസിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഈശോ മത്തായി 27 ഉത്ഥാനം ചെയ്ത കർത്താവ് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഇത് രണ്ടാം വത്തിക്കാൻ ശേഷം വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു നിയോഗം ഓരോ വിശ്വാസിക്കുണ്ട്. ഇത് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുക. കാരണം നമുക്കറിയാം, ദൈവവചനം ലോകമെമ്പാടും, രക്ഷയുടെ വചനം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാഗതമാകുമെന്നാണ് ഈശോ മത്തായി 24 ലോക അവസാനത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്തുണ്ട്. ദൈവവചനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാത്താന് എല്ലാ പ്രവൃത്തിയും നടത്തും. കാരണം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ദൈവവചനം. സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ് ദൈവവചനം. അപ്പം എങ്ങനെയും ദൈവവചനത്തെ എടുത്തു മാറ്റാൻ വേണ്ടി സാത്താൻ ഇന്ന് പ്രവർത്തിക്കും. നമുക്കറിയാം, തിരുസഭയിൽ അല്ലെ കുർബാന പലയിടങ്ങളിൽ ഇല്ലിപ്പം അല്ലേ. ഒരു വൈദികന്റെ ജീവിതത്തിൽ ബലി അർപ്പിക്കണമെന്നുള്ള ഒരു ദിവസം ബലി അർപ്പിക്കാതെ നമുക്കറിയാം. പുരോഹിതന്മാരെ വൈദികരെയൊക്കെയുള്ള അറിവുള്ളവരാണെന്ന് നമുക്കറിയാം. ഒരു വൈദികന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഒരു കുർബാന അർപ്പിച്ചിരിക്കണം അല്ലേ. അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എത്രയോ വൈദികരാണ് ബലി അർപ്പിക്കപ്പെടാൻ പറ്റാതെ ലോകത്തിൽ സാത്താൻ പീഡിപ്പിക്കുന്നത്. ഏതാണ്ട് അതുപോലെയാണ് നമുക്കും. ഞാൻ പറയും, ദൈവവചനം നമ്മൾ ഉരുവിടണം അല്ലെ, വചനം പറയണം നമ്മളുടെ ജീവിതത്തിലും. നമ്മളുടെ ദൈവവചനം അല്ലെ, റോമറിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ ആദരത്തിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഹൃദയത്തിൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും മാത്രം പോരാ. നമ്മളത് സംസാരിക്കണം, ആരോടെങ്കിലും ഒക്കെ പറയണം. നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ഈ വചനം സംസാരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിന്ന് ഒരുമിച്ച് കൂടുമ്പോൾ സാത്താൻ പ്രവർത്തിച്ചതുപോലെ എന്തെല്ലാം കുഴപ്പങ്ങളാണ്. സഭയിലും സമൂഹത്തിലും കൂട്ടായ്മകളിലും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവവചനം പറയാനായിട്ട് നമുക്ക് സാധിക്കാത്ത രീതിയിൽ സാത്താൻ ലോകത്തിലേക്ക് അങ്ങനെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാണ്. ദൈവവചനത്തെ എടുത്തു മാറ്റാൻ വേണ്ടി സാത്താൻ പ്രവർത്തിക്കുകയാണ്. ഇന്ന് ആഗോള സഭയിൽ നിന്ന് ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി പുഷ്പ ബൈജു ഹ്യൂസ്റ്റണിൽ നിന്നും പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഈ കൂട്ടായ്മയിൽ നമ്മളെ ഓർപ്പിച്ച വചനം അന്നത്തെ ഒന്നാമത്തെ വചനം അപ്പസ്തോല വിശുദ്ധ കുർബാനയിലുള്ള വചന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ സ്തേഫാനോസിനെ നമ്മൾ കാണുന്നുണ്ട്. വലിയ കൃപാവരങ്ങൾ നിറഞ്ഞ ജനമധ്യത്തിൽ യേശുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ഈ സ്തേഫാനോസ് പ്രസംഗിക്കുക. അനേക അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. യേശുവാണ് കർത്താവ്, അത് നിങ്ങളെല്ലാവരും അറിയണം. അവനെ നിങ്ങൾ ഹൃദയത്തിൽ പൂജിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, ഹൃദയത്തിൽ ഒന്നാമത്തെ കൽപ്പന ഇതാണല്ലോ. എല്ലാത്തിലും ഉപരിയായി യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കാനായിട്ടും അത് അങ്ങനെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് മറ്റെന്തിനേക്കാൾ, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ 1-ാം പ്രമാണം എന്നൊക്കെ നാം പറയുന്നത്. യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. ക്രിസ്ത്യാനികളെന്ന് നമ്മൾ 1-ാം സ്ഥാനം എന്തിനാണ് കൊടുക്കുന്നത്, അതേക്കുറിച്ചാണ് എപ്പോഴും പ്രസംഗിച്ച് നടക്കുന്നത്. നമുക്കുള്ള കുഴപ്പം തന്നെയാണ് അല്ലേ. ഇങ്ങനെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനം 7-ാമത്തെ അധ്യായം ഈ 51 പല സമയത്തും സ്തേഫാനോസിനോട് ഇവർ മത്സരിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ യഹൂദരിലൂടെയാണ് രക്ഷ എന്നാണ് പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ആ യഹൂദ പ്രമാണികൾ തന്നെ യേശുവിനെ മരണത്തിന് വിധിക്കുക. ഇപ്പോഴും അത് ഇവര് വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് ശേഷം പത്രോസും പിന്നീട് ഈ സ്തേഫാനോസും ഒക്കെ അവരുടെ കൂടെയുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ. ചിലർ ഇന്നും ഹൃദയത്തിൽ കഠിനമായി യേശുവിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോഴും അവിടെ സ്തേഫാനോസിന്റെ സമയത്തും.
അപ്പം നമുക്കറിയാം സ്നാപയോഹന്നാൻ എന്നാ വിളിച്ചത് നമുക്കറിയാം അല്ലേ. ഇവരുടെ കാഴ്ചപ്പാട് ഹൃദയം കഠിനമാക്കി പോയ യഹൂദരോട് അണലി സന്തതികളെ എന്നാ വിളിച്ചത്. അങ്ങനെ അത്രമാത്രം വിഷമാണ് തിന്മയുടെ പാമ്പിന്റെ വിഷം. ആ ഏദൻ തോട്ടത്തിലെ പാമ്പിന്റെ വിഷം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നവരെ എന്നാണ് അണലി സന്തതികളെ എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചത്. ഏതാണ്ട് അത് തന്നെയാണെന്നും ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാമത്തെ അധ്യായത്തിൽ 51 സ്തെഫാനോസ് അവരുടെ മുഖത്ത് മർക്കടമുഷ്ടികളെ, മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് ആണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും അത് നിങ്ങൾ പാലിച്ചില്ല അല്ലെ. എത്രയോ പ്രാവശ്യം പ്രവാചകന്മാരിലൂടെയും ദൈവദൂതർ ഒക്കെ ഏതെല്ലാം രീതിയിലാണ് ദൈവം ഈ വചനം വരാനിരിക്കുന്ന യേശുക്രിസ്തുവിനെ, രക്ഷകനായുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇന്നും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു രക്ഷകനായി നമുക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യവർഗം മുഴുവനും നിത്യരക്ഷ. നമ്മൾ ഈ ലോകത്തിൻ്റെതായ രക്ഷ, ലോകത്തിൻ്റെതായ നന്മകളൊക്കെ ഓർക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം തീർന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യതയിലെത്തേണ്ടതാണ്, ദൈവസന്നിധിയിലെത്തേണ്ടതാണ്. അവിടെയാണ് നമ്മൾ യേശുക്രിസ്തു ഇന്നലെയൊക്കെ ചിന്തിച്ച കർത്താവ് പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല എന്ന് ഈശോ പറഞ്ഞു. അപ്പൊ യേശുവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നവരോടൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലേ, നല്ല പാചക കാര്യങ്ങൾ, നല്ല മരുന്നുകൾ അല്ലേ, നല്ല പെട്ടെന്നുള്ള രോഗം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്നേഹത്തോടെ. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ പ്രഘോഷിക്കേണ്ടതാണ് ഓരോ ദിവസവും. പക്ഷേ അതിനെ ഏറ്റവും എതിർക്കുന്നത് സാത്താനാണ്. കാരണം സാത്താന്റെ പദ്ധതി നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബാക്കി എന്തെല്ലാം പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. പക്ഷെ ദൈവവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മുടക്കും സാത്താൻ എങ്ങനെയെങ്കിലും ദൈവവചനത്തെ എടുത്തു മാറ്റാൻ, ദൈവവചനം ഇല്ലാതാക്കാൻ വേണ്ടി സാത്താൻ ശ്രമിക്കും. ഈ സ്തെഫാനോസിനെ കൊന്നു. നമുക്കറിയാം ഇത്രയും കൃപാവരങ്ങൾ നിറഞ്ഞ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. യേശുവിനെ കുറിച്ച് സ്നേഹത്തിന്റെ വചനം മാത്രം പ്രഘോഷിച്ച് പോയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ കള്ളസാക്ഷികളൊക്കെ ചുമ്മാതെ നുണ പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെതിരെ കള്ളസാക്ഷികളെ കൊണ്ടുവന്നൊക്കെ നമ്മൾക്കറിയാം. അവനതിന് ശരിക്കും അവൻ്റെ അനുഭവം ഒരു പ്രസംഗമായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 7-ാമത്തെ അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ സ്തെഫാനോസിന്റെ പ്രസംഗം എന്നാണ്. തൻ്റെ അനുഭവം, ജീവിതം തീരുന്നതിനുമായ തൻ്റെ അനുഭവം മുഴുവനും വിളിച്ചു പറയാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം. നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമല്ലേ? നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? അത് നമ്മുടെ ആത്മാവില് നിറഞ്ഞിരിക്കുന്ന അല്ലേ. ഞാനിങ്ങനെ പറഞ്ഞു പലപ്പോഴും നമ്മുടെ ജീവിതം ജെറമിയ പ്രവാചകനെ ഇന്നലെയൊക്കെ ചിന്തിച്ച് ചാണകക്കുഴി അല്ലെ കക്കൂസ് കുഴിയിലൊക്കെ താഴ്ത്തി വെച്ചു. അവിടെ നിന്നൊക്കെ പുറത്ത് വിട്ടു പലപ്പോഴും. പക്ഷെ അവിടെ ഇതെല്ലാം ഉണ്ടായപ്പോൾ ഈ ജെറമിയ അന്ന് മടുത്തുപോയി. ആരും ഈ രക്ഷകനായി വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണെന്ന് ജെറമിയ 1 പറയുന്നുണ്ട്. നീ പോവുക, എൻ്റെ വചനം ഞാൻ നിന്റെ ആദരത്തിൽ നിക്ഷേപിച്ചിരിക്കും എന്ന് പറയുമ്പോൾ വാ തുറന്നാൽ വചനമേ വരുള്ളൂ. ഇതിങ്ങനെ ജെറമിയയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? എൻ്റെ വചനം നിന്റെ ആദരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാണുമ്പോൾ ഞാൻ പറഞ്ഞു റോമർ 10 പറഞ്ഞ വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ ആദരത്തിൽ നിന്റെ ഹൃദയത്തിലുമുണ്ട് എന്നാണ്. നമുക്ക് ഹൃദയത്തിൽ എന്താണോ അത് ആദരത്തിലൂടെ പുറത്തു വരുന്ന ഈശോ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമാണെങ്കിൽ നമ്മുടെ ആദരത്തിലൂടെ ദൈവസ്നേഹമായിരിക്കും പുറത്തു വരിക. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കുവാനായിട്ടാണ് എല്ലാവരോടും സത്യവും നീതിയും ന്യായവും പുലർത്താൻ, കരുണ കാണിക്കാൻ. അതല്ലേ മലയിലെ പ്രസംഗത്തിലൊക്കെ ഈശോ പറഞ്ഞ അവിടെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയുമ്പോഴാണ് നമുക്ക് വചനം പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല അല്ലേ. ഇവിടെ ഈ ജെറമിയ ആകപ്പാടെ വിഷമിക്കുകയാണ്. ദൈവവചനം വിളിച്ചു പറഞ്ഞപ്പോൾ ജെറമിയ പലത് പീഡിപ്പിച്ചു. ജെറമിയ 15 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 10-ാമത്തെ വചനം ജെറമിയ ആകപ്പാടെ ഇന്ന് കരയുകയാണ്. എൻ്റെ അമ്മയെ എനിക്ക് ദുരിതം, നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചത് എന്തിന്?
നോക്കണം, ജെറമിയ അത്രമാത്രം അടുത്തുപോയി. ജെറമിയ ചോദിക്കണം, എൻ്റെ അമ്മ നീ എന്താ എന്നെ പ്രസവിച്ചത്? ഞാൻ ഇങ്ങനെ ഈ ദൈവവചനം പറയാൻ, ദൈവവചനം എൻ്റെ ഉള്ളിലിട്ടിരിക്കുമ്പോൾ ഞാൻ വാ തുറന്നാൽ നിങ്ങൾ നന്നായിട്ട് വരണം, നിങ്ങൾ ദൈവവചനം പാലിക്കണം എന്ന് വിളിച്ചു പറയുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെന്നെ ശപിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആരോടൊന്നും ചോദിക്കാതെയാണ്, കാണുന്നവരോടൊക്കെ സ്നേഹത്തോടെയാണ് ഇത് പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാകുന്നില്ല പലർക്കും. എൻ്റെ അമ്മയെ, എനിക്ക് ദുരിതം, നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ എന്തിനു പ്രസവിച്ചു? ഇത് വലിയൊരു മേഖലയാണ് പറയുന്നത്. നമ്മുടെ അല്ലേ, ഈ തിമോത്തിയോട് പൗലോസ് നിന്റെ അമ്മയും നിന്റെ അമ്മയുടെ അമ്മയും അല്ലേ, ഞാൻ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ദൈവവചനത്തിൽ നിറഞ്ഞവരായിരുന്നു. അത് വലിയ കൃപയായിട്ട് ഞാൻ കാര്യമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ദൈവവചനത്തിലായിരുന്നു, എല്ലാം സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഈ തിമോത്തിയോട് ഈശോനാണ് പൗലോസ് പറഞ്ഞാണ്, അവൻ്റെ അമ്മയും നിന്റെ അമ്മയ്ക്കും നിന്റെ വല്യമ്മയ്ക്കും ഉണ്ടായിരുന്ന അതേ വിശ്വാസം നിനക്ക് ഉണ്ടെന്ന് ഞാൻ കാണുന്നു. നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുമോ? നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ വല്യമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസം ഇന്ന് നമുക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? അവരില്ല, ഭൂമിയിലില്ല. അവരിന്ന് സ്വർഗത്തിലിരുന്നുകൊണ്ട് നമ്മളെ നോക്കി കരയായിരിക്കും. നമ്മളിൽ അവരുടെ വിശ്വാസം ഇല്ലെങ്കിൽ ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. ഈ ജെറമിയ കരയാണ്, എൻ്റെ അമ്മയെ എന്തിനാണ് നീ എന്നെ പ്രസവിച്ചത്? എന്നിട്ട് പറയാം, ഞാൻ കടം കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടുമില്ല. സാധാരണ എല്ലാ പ്രശ്നവും ഇങ്ങനെയാണല്ലോ, കടം കൊടുത്തതും വാങ്ങിയത് എപ്പോഴും പ്രശ്നം അവിടെയാണല്ലോ. ജെറമിയ പറയാണ്, ഞാൻ ആരോടും കടം മേടിച്ചിട്ടുമില്ല, കടം കൊടുത്തിട്ടുമില്ല, എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. ഞാൻ എന്താ തെറ്റ് ചെയ്ത് കർത്താവേ? ഞാൻ നിന്റെ നാം യേശുവേ, ഈശോ നീ രക്ഷകനാണ്, നീ കർത്താവാണെന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതങ്ങനെയാണ്. യേശുവിൻ്റെ വചനം വിളിച്ചു പറയാനായിട്ട് സാത്താനാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ, മനഃപൂർവ്വമല്ല. എല്ലായിടത്തും നോക്കിയാലും അങ്ങനെയാണ്. സഭയിലും ലോകത്തിലും ജനകൗടികളിലും. നമ്മൾ അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം ട്രംപിനെ നമ്മളൊക്കെ പല രീതിയിൽ കുറ്റം പറയും. പക്ഷേ ദൈവവചനം വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി ഒരു സംവിധാനം അമേരിക്കയിൽ ട്രംപ് തീരുമാനമെടുത്താണ്. ഇല്ല, ഇൻ ഗാഡ് വി ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഈ രാജ്യത്ത് കറൻസിയിൽ പോലും എഴുതി വെച്ചിരുന്ന ദേശമായിരുന്നു. അതൊക്കെ പോയി. ആരും അറിയാതെ പുറമെ നിന്ന് തിന്മ വന്ന് കയറിയിട്ട് ഇവിടെ പല രീതിയിലും ദൈവവചനമൊക്കെ എടുത്തു മാറ്റി. അത് വീണ്ടും സ്ഥാപിക്കാൻ ഞാൻ പറയുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയാം. കാരണം കാൽവരിയിൽ യേശു സാത്താനെ പരാജയപ്പെടുത്താണ്. യേശുവിനാണ് വിജയം, അന്തിമ വിജയം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചില്ല, ഗമാലിയേൽ പറഞ്ഞ നിങ്ങൾ ഈ വചനപ്രസംഗവുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകരുത്. കാരണം അത് മനുഷ്യൻ്റെതാണെങ്കിൽ അത് തന്നെ നിന്ന് പൊക്കോളും. പക്ഷേ അത് നിങ്ങൾ അതിനോട് പോരാടുമ്പോൾ അത് ദൈവത്തിൻ്റെതാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ പള്ളിയിൽ പോയി എന്നും കുർബാനയിൽ കാണുന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിനെതിരെ നിങ്ങൾ മത്സരിക്കുകയായിരിക്കും. ദൈവത്തിനെതിരെ മത്സരിക്കാൻ എന്തിനാ നിങ്ങൾ വെറുതെ പോകുന്നതെന്നാണ് ഗമാലിയേൽ എന്ന കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ലോകത്തിൽ പല കാര്യങ്ങളിലും തിന്മ പല രീതിയിൽ പ്രവർത്തിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നിലനിർത്താനായിട്ട് ഈ സ്തേഫാനോസ് ജീവൻ കൊടുക്കാൻ തയ്യാറായി, മരിക്കാൻ തയ്യാറായി. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു? ഇനി മരിച്ചേക്കാം. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവവചനം പ്രസംഗിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ എന്നെ വേണേ കൊന്നു, കുഴപ്പമൊന്നുമില്ല. പൗലോസ് പറയുന്നത് പോലെ അല്ലേ, ആപത്തോ പട്ടിണിയോ മരണമോ ക്രൂശോ എന്തുവേണം വന്നോട്ടെ, കർത്താവ് എന്നെ നിക്ഷേപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയാണ് 1 കൊരിന്തോസില് നമുക്കറിയാം 10-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ചിന്തിച്ചു പോയി ഇങ്ങനെ ഉള്ളിലേക്ക് ഓരോ ചിന്തകൾ കർത്താവ് തരുന്നതാണ്. 1 കൊരിന്തോസ് 9-ാമത്തെ അധ്യായത്തിലാണ് അല്ലേ, 16-ാമത്തെ നമ്മൾ ചിന്തിച്ചാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. നിങ്ങളുടെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ. നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഇത് ഈ പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല അല്ലേ. രാവിലെ 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഇത് കേൾക്കാൻ എന്താ വേറെ പണിയൊന്നും, എന്തെല്ലാം കാര്യങ്ങൾ വരെ കേൾക്കാറുണ്ട്. നമ്മളിന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്, തമാശയും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട്. പറയുന്നവരെ, നമ്മൾ ദൈവവചനം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ഓർത്ത് വയ്ക്കണം. അതുകൊണ്ടാണ് ദൈവം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കും. നമ്മൾ ജയിലിൽ പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ചൈൽഡ് അബ്യൂസായിട്ട് പറയും. കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നമ്മുടെ ആത്മാവിന് നമ്മൾ ദൈവവചനം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിലൂടെയും ദൈവം നിയോഗിച്ചിട്ടുണ്ട് മറ്റനേകർക്ക് ആത്മീയമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്. എല്ലായിടത്തും ഒന്നും കിട്ടുന്നില്ല, ലോകത്തിൽ എല്ലായിടത്തും. അതുകൊണ്ട്
നമ്മൾ ഓരോ ക്രിസ്ത്യാനിയോടും പറയണം, ലോകമെങ്ങും പോയി സകല ജാതികളോടും. ഞാൻ പറഞ്ഞു, രണ്ടാം വത്തിക്കാൻ സുഹൃതത്തിന് ശേഷം ഓരോ മാമോദീസ സ്വീകരിച്ച ഓരോ വിശ്വാസിയുടെയും കടമയാണ് ദൈവവചനം ജീവിക്കുക. വചനം ഹൃദയത്തിലും അധരത്തിലും ഉണ്ടായിരിക്കട്ടെ. അധരത്തിൽ മാത്രമല്ല, ഹൃദയത്തിലും. ഇത് നമ്മുടെ കടമയാണ്. ഇവിടെ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, 1 കൊരിന്ത്യർ 9 അധ്യായത്തിൽ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. എൻ്റെ കടമയാണ്. ഇറ്റ്സ് മൈ ഓബ്ലിഗേഷൻ. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകേണ്ടത് കടമയാണല്ലേ. നമ്മൾ പറയില്ല സൺഡേ ഈസ് ദ ഡേ ഓഫ്. ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ അധരങ്ങളിലൂടെ ദൈവവചനം ആരോടെങ്കിലും പറയുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതുകൊണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എൻ്റെ നിത്യരക്ഷയ്ക്ക് എനിക്കത് ആവശ്യമാണ്. പറയുന്നത് ഇത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ നിത്യരക്ഷയ്ക്ക് എനിക്കത് ആവശ്യമാണ്, എൻ്റെ ആത്മാവിന് ഇത് ആവശ്യമാണ് എന്ന് നല്ല അറിവുള്ളത് കൊണ്ടാണ്. ചുമ്മാ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു പ്രയോജനമില്ല. നമുക്ക് പണം ഇതിനോട് വാട്സാപ്പിലോ യൂട്യൂബിലോ ഒന്നിനും പണം നമ്മൾ എടുക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. ഇത് നമ്മുടെ കടമയാണ്. നമ്മുടെ ആത്മാവിൻ്റെ ശക്തിക്ക് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആരോഗ്യത്തിന് ഇത് ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ്. ഇതെൻ്റെ കടമയാണ്. ഞാൻ വീണ്ടും പറയാണ്, പൗലോസ് പറയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. നമുക്കിത് ദുരിതമുണ്ടോ? അതിൻ്റെ കാരണം നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്നില്ല. നമ്മുടെ ആത്മാവ് മൃതപ്രായമായി കിടക്കാൻ, അസ്ഥിപഞ്ചരം പോലെ കിടക്കാൻ. നമുക്ക് ശക്തിയില്ല. നമ്മുടെ ശരീരവും മനസ്സും ഇങ്ങനെ നല്ല തടിമൊട്ടന്മാരായി പുഷ്ടിച്ച് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ആത്മാവിന് ശക്തി, നമ്മൾ അതിൽ നിന്ന് മുമ്പോട്ട് പോകത്തില്ല, തകർന്നു വീഴും, എവിടെയെങ്കിലും അടിഞ്ഞു പോകും. നമ്മുടെ ആത്മാവിലെ ദൈവം, അതാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകില്ല, ഞാൻ നിങ്ങളെ നയിക്കും. അത് അറിയാവുന്നവനാണ്. പലപ്പോഴും ഇസ്രായേൽ മക്കൾ ദൈവത്തിനെതിരെ മത്സരിച്ച് പലരും തകർന്നു വീണ് കഴിഞ്ഞപ്പോൾ ഈ 10 കൽപ്പന കിട്ടിക്കഴിഞ്ഞ ആദ്യത്തെ കൽപ്പന കിട്ടിക്കഴിഞ്ഞ് ഇവർ കാളയെ ഉണ്ടാക്കി വിഗ്രഹത്തെയൊക്കെ ഉണ്ടാക്കി ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഭൂമി പിളർന്നു, അനേകരും മരിച്ചു വീണു. രണ്ടാമത് വീണ്ടും കൽപ്പനകൾ നൽകി അവരെ നയിക്കാനായിട്ട് കൊണ്ടുപോകും. മോശ കർത്താവോട് പറയുന്നൊരു വാക്കുണ്ട്, ദൈവമേ, നീ ഞങ്ങളുടെ മുമ്പിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ പോകുന്നില്ല, നീ ഞങ്ങളെ നയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവവചനം പുറപ്പാട് 23 വചനമുണ്ട്, എൻ്റെ ദൂതനെ ഇതാ എൻ്റെ ദൂതനെ ഞാൻ നിന്റെ മുമ്പിൽ അയക്കുന്നു. എന്നിട്ട് പറയുക എന്താ, എൻ്റെ വചനം അവനിൽ, ആ ദൂതനിൽ എൻ്റെ വചനം ഉള്ളത് കൊണ്ട് നിങ്ങൾ എൻ്റെ വചനം പാലിക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൂതൻ്റെ സംരക്ഷണവും അനുഗ്രഹവും കിട്ടുള്ളൂ. നിങ്ങളുടെ ദൂതൻ നിങ്ങളെ നയിക്കും, നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങളെ എത്തിക്കുമെന്നാണ് പുറപ്പാട് 21:20 പറഞ്ഞത്. ദൈവവചനം നമ്മൾ പ്രധാനപ്പെട്ടാണ് പറയുന്നത്. നമ്മളത് അറിയണം. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കത് അറിയാൻ ഭാഗ്യം. ഞാൻ പറയും, നമ്മുടെയൊക്കെ കാരണവന്മാർ പണ്ടത് അനുഭവിച്ചതും അറിഞ്ഞതുമാണ്. അല്ല, ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മ വീട്ടിൽ പോകുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അതിരാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവമുണ്ട്. അത് വലിയൊരു മേഖലയാണ്. ഇന്നൊക്കെ ഉണ്ടോ? ഇന്നൊക്കെ എവിടെ പോയി? ഞാനും പറയും, ഈ കൂട്ടായ്മയൊക്കെ നമ്മൾ രാവിലെ 5 മണിക്കൊക്കെ ഷിക്കാഗോയിൽ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മാവിനും അനേകർക്കും ആത്മീയ ഭോജനമാണ്. പറയണം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, ഞാൻ സ്വമനസ്സായത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്, അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം, ഇതൊരു അവകാശമാണ്, ഒരു വിശ്വാസിയുടെ അവകാശമാണ്. സുവിശേഷം നൽകുന്ന അവകാശം ദൈവം നൽകുന്ന അവകാശമാണ്. പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമെന്നിയ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണിത്. ദൈവം എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അല്ലെ, നിങ്ങളല്ല. യോഹന്നാൻ 15:16 ഈശോ, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ദൈവവചനം ജീവിക്കാനും പ്രഘോഷിക്കാനും യേശുവാണ് നമ്മളെ നിയോഗിച്ചത്. മാമോദീസായിലൂടെ നെറ്റിയിൽ ഹാനാം വെള്ളം അല്ലെങ്കിൽ ഓരോന്തേലും പുരട്ടിയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പേര് അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മളത് ദൈവവചനം പ്രഘോഷിക്കുക വേണം. നമ്മളത് അറിയണം. പലർക്കും ഇത് അറിയില്ല. ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, പണ്ടൊക്കെ നമ്മൾ വൈദികർ മാത്രമുള്ളായിരുന്നു സുവിശേഷം പ്രസംഗിക്കുന്നത്. ഇന്ന് രണ്ടാം വത്തിക്കാൻ ശേഷം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, സഭയുടെ പ്രബോധനമനുസരിച്ച് വചനം പ്രഘോഷിക്കുവാനായിട്ടൊരു കടമ നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്ന? പരിശുദ്ധാത്മാവാണ് പ്രേരണ. നമ്മുടെ ഉള്ളിൽ അതിനുള്ള ആത്മീയ പ്രേരണയ്ക്ക് വേണ്ടി അല്ലേ നമ്മളെന്താ, ദൈവമേ എൻ്റെ അതരങ്ങളെ തുറക്കണം. ഈ അനുതാപ കീർത്തനം
അല്ലേ? 51 സങ്കീർത്തനം നമ്മുടെ പാപം പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാപം നമ്മളെ അടിമയാക്കിയിട്ടിരിക്കുമ്പോൾ ദൈവവചനം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അനുതാപ കീർത്തനം പറയുന്നത് എന്താ? ദൈവമേ അങ്ങയുടെ രക്ഷയെ, അല്ലേ, ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതത്തിനെ രക്ഷിക്കണേ. സങ്കീർത്തനം 51:15 പറയാണ്, കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ഇത് നമുക്ക് പാപത്തിൽ നിന്നും വിടുതൽ കിട്ടുമ്പോൾ കിട്ടുന്നൊരു കൃപയാണ്. ദൈവവചനം പ്രഘോഷിക്കുവാനും ദൈവത്തെ മറ്റുള്ളവരോട് വിളിച്ചു പറയാനും ഇതൊരു അവകാശമാണ് പറയുന്നത്. സാത്താൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഇന്ന് ലോകത്തിൽ ദൈവവചനം പ്രഘോഷണം തടയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും. നമ്മളത് കാണണം. മനുഷ്യരൊന്നുമല്ല നമ്മൾ, അതുകൊണ്ട് ആരെയും വിധിക്കേണ്ട, കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെയാണ്. അപ്പോൾ ദൈവവചനം വേറെ എന്തും പറയാം, ദൈവവചനം മാത്രം പറയണ്ട, വേറെ ഒന്നും പറയണ്ട. ഇത് നിൽക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് സ്തേഫാനോസ് അതിനുവേണ്ടി ജീവൻ വെടിഞ്ഞ ആ സ്തേഫാനോസ്, വിശുദ്ധ സ്റ്റീഫനെ, സെയിൻറ്റ് സ്റ്റീഫനെയും തിരുസഭയ്ക്ക് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ഓരോ വിശ്വാസിയും ദൈവവചനത്താൽ നിറയാൻ, ദൈവവചനം അനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമാണ്, അല്ലേ? ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ, സഹോദരങ്ങളെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അത് ആ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം വചനം പ്രഘോഷിക്കുവാൻ. ഇത് ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. പരിശുദ്ധ പരമ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.